Morning from Turkey. Day to start with best way possible with a traditional Turkish breakfast. And trust me, this is not just breakfast, this is an experience. That building is the fountain of Sultan Ahmad III, right by Topkapi Palace and across from Hagia Sophia in Sultan Ahmad. It's not a mosque, it's an imperial Ottoman fountain plus Sibyl. It's a place where water and drinks were distributed for charity. Like 80% of the tourists from the west. Istanbul is one of a destination which must see actually. Why? Because Istanbul is the unique city located on two continents, Europe and Asia, right? Now സോ ഗൈസ് നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബ്ലൂ മോസ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ആ ബ്ലൂ മോസ്കിൽ പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ ഹിപ്പോഡ്രോം സ്ക്വയറും. സോ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. Basically, the Hippodrome is an ancient version of a stadium. Also called Hippodrome. While we are standing here, actually, it is a hippodrome. It's a stadium. You know what is the most popular sports in? സോ ഗൈസ് നമുക്കിനി ബ്ലൂ മോസ്കിൽ പോകേണ്ടത് കൊണ്ട് തന്നെ ഇവിടെ അധികം നേരം ഫോട്ടോയും വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ ഇരുന്നും കിടന്നും നിന്നും ഒക്കെ എടുക്കുകയാണ്. ഗൈസ് നമ്മുടെ ഹിപ്പോഡ്രോമിൻ്റെ ഡൗണിൽ കുറേ പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങളും സ്മാരകങ്ങളും ഒക്കെ കാണിക്കുന്നത് ഈ സ്ഥലം ഒരിക്കലും ഒരു പുരാതന റോമൻ ബൈസന്റിയൻ സ്റ്റേഡിയം ആയിരുന്നു എന്നതാണ്. ഇവിടെ പല ഇതും നടന്നിട്ടുണ്ട്, ലൈക്ക് ചാരിയറ്റ് റേസസ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വലിയ പരിപാടിക്കൊക്കെ ബിഗ് ഇവൻസിനൊക്കെ ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അതുപോലെ തന്നെ ഇറ്റ് വാസ് എ സെൻട്രൽ സിറ്റി ലൈഫ് ഇൻ ദ ഓൾഡ് കൊസ്തന്തിനോപ്പോൾ. എന്ന് വെച്ചാൽ പഴയ കൊസ്തന്തിനോപ്പോളിലെ നഗരജീവിതത്തിൻ്റെ ഒരു ഹൃദയം ഇതായിരുന്നു എന്നതാണ് ഇവർ പറയുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൂ മോസ്കിലേക്ക് പോകാം ഗൈസ്. അപ്പം നമ്മളിങ്ങനെ ബ്ലൂ മോസ്കിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോയ്ക്കകത്ത് എത്രമാത്രം ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ ഈ ബ്ലൂ മോസ്കിൽ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ചടങ്ങുകളുണ്ട്. നമ്മുടെ ഷൂസും കാര്യങ്ങളും ഒക്കെ എടുത്ത് കൈപ്പിടിക്കണം. അതുപോലെ തന്നെ ഈ ലൈക്ക് സ്കേർട്ട് ഇടുകയാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് അവരെന്തോ ഒരു ചാക്ക് പോലത്തെ സംഭവമൊക്കെ തരും. അങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ട് നടക്കേണ്ടി വരും. സോ ഗൈസ് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് വേണം ഈ ബ്ലൂ മോസ്കിലൊക്കെ കയറാൻ. സോ നമ്മൾ 4 ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നിങ്ങൾ ഈ ബ്ലൂ മോസ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, the Blue Mosque is a famous mosque in Istanbul, Turkey. It was built in the early 1600s. It has 6 tall minarets. Inside there are thousands of blue tiles, which is why it is called the Blue Mosque. It is still an active place of worship, not just a tourist spot. നമ്മുടെ ഗൈഡ് ഒടുക്കത്തെ കഥയായിരുന്നു. പക്ഷേ എനിക്ക് അകത്ത് കയറി ബ്ലൂ മോസ്ക് കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നിങ്ങൾക്കോ അതുപോലെ തന്നെയല്ലേ? സോ ഇതാണ് നമ്മുടെ ബ്ലൂ മോസ്കിൻ്റെ ഇൻസൈഡ്. നല്ല അടിപൊളിയാണ് കാണാൻ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ബ്ലൂ ടൈൽ ഇല്ലാണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഫുൾ ബ്ലൂ ടൈലാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്ലൂ മോസ്ക് എന്ന പേര് വന്നത്. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, ഈ ഒരു ഗേറ്റിനുള്ളിലേക്ക്. പിന്നെ ഇവിടെ ഭയങ്കര കളർഫുള്ളായിരുന്നു, ഭയങ്കര ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിലും മഫ്ത വേണം, ലൈക്ക് സ്ക്രാഫ് ഓർ ഷോൾ വേണം. അതില്ലെങ്കിൽ ഇവിടെ നിന്ന് അവർ തരും. സോ ഗൈസ് അങ്ങനെ മഫ്തയൊക്കെ ഇട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഔട്ട്സൈഡും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണേ. സോ ഗൈസ് അങ്ങനെ ഞാൻ ബ്ലൂ മോസ്കിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴാണ് എൻ്റെ മുന്നിൽ ഒരു സീകൾ വന്ന് പെടുന്നത്. സോ അതിനെയും ഞാനിങ്ങനെ വെറുതെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സീകളും കൂടി ഇങ്ങനെ കണ്ടില്ല. സോ ഗൈസ് ഇത്രേ ഉള്ളൂ.